ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര ഈ ഉച്ചയോടടുക്കുന്ന ഈ സമയത്തിൽ ഇവിടെ കടന്നു വരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുവാനും ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ കാലഘട്ടം വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിപ്രസരത്താൽ ഒന്നടങ്കം മനുഷ്യകുലം വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ബാല്യപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ലഹരി വസ്തുക്കൾക്ക് അടിമയായി തകർന്നു തരിപ്പണമായി ഭാവി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ചണ്ടിക്കൂമ്പാരങ്ങളായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ സ്വപ്നത്തോടുകൂടി വളർത്തുന്ന പിഞ്ചോമനകൾ ബാല്യപ്രായത്തിൽ തന്നെ മാതാപിതാക്കളുടെ ഗുരുക്കന്മാരുടെയും കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്നു. കേരള സർക്കാരിൻ്റെ അപ്രകാരമുള്ള മറ്റ് ഇതര സന്നദ്ധ സംഘടനകളുമെല്ലാം വളരെ അക്ഷീണ പരിശ്രമം നടത്തിയിട്ടും കേരള പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റും വളരെ പ്രയത്നിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കുവാൻ പരിശ്രമിച്ചിട്ടും ഒന്നടങ്കം പിന്നെയും മനുഷ്യൻ തകർന്ന് തരിപ്പണമാകും വിധം ലഹരി വസ്തുക്കൾക്ക് അവൻ അടിമയായിക്കൊണ്ട് ഇരിക്കുന്നു. നോക്കണമേ, ഈ നാളുകളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വേദന നിറഞ്ഞതാണ്, എത്ര ദുഃഖകരമാണ്, മനസ്സാക്ഷി മരവിച്ചു പോകുന്നതല്ലേ. കൊട്ടാരക്കരയിൽ നടന്ന ഒരു കിരാതമായ സംഭവം, 6 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ പണം സമ്പാദിക്കുവാൻ വേണ്ടി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി വലിയ ആപത്തിൽ, വലിയ പ്രശ്നങ്ങളിൽ, വലിയ പ്രതിസന്ധികൾ അകപ്പെട്ട ഒരു മാന്യരായ കുടുംബം, നാട്ടിലെ മാന്യതയുള്ള കുടുംബത്തിൽ പിറന്ന ഒരു മനുഷ്യൻ തന്നെ ഭാര്യയും 20ഓളം വയസ്സോളം അടുക്കുന്ന ഈ കാലഘട്ടത്തിലെ മീഡിയകളിലൂടെയും മറ്റും വളരെ 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 നല്ല നിലവാരത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഉൾപ്പെടെ സമ്പത്തുണ്ടാക്കുവാൻ കാട്ടിക്കൂട്ടിയ വിപരീത നിമിത്തമായിട്ട്, വിക്രിയ നിമിത്തമായിട്ട് തകർന്നു തരിപ്പണമായി. ആ ഒരു കുടുംബം നിമിത്തം എത്ര ജനം നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച, കഴിഞ്ഞ ചില ദിവസങ്ങൾ കേരള സംസ്ഥാനത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളും അപ്പോൾ തന്നെ മനസാക്ഷി മരവിക്കാത്ത സകല മനുഷ്യരും ഒന്നടങ്കം രാപകലില്ലാതെ മീഡിയയുടെ മുൻപിലായിരുന്നു. ആ പെൺകുഞ്ഞിന് എന്ത് സംഭവിച്ചു കാണും? ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യൻ ഒന്നടങ്കം പ്രാർത്ഥിച്ചു, ദൈവമേ ആ അബീഗയിലിന് യാതൊരു അനർത്ഥവും ഉണ്ടായില്ലേ, ആ കുഞ്ഞിന് ആരും പ്രയാസം ഉണ്ടാകരുത്, ആ കിരാതന്മാർ ആ കുഞ്ഞിനെ കൊല്ലരുത് എന്ന് ഈശ്വരബോധമില്ലാത്തവർ പോലും ഈശ്വരനോട് പ്രാർത്ഥിക്കത്തക്ക രീതിയിൽ മനസ്സ് വേദനിച്ച ഒരു സംഭവം നമുക്ക് നമ്മുടെ പത്തനംതിട്ട ജില്ല കഴിഞ്ഞ കാലങ്ങളിൽ വളരെ അഭിമാനകരമായിരുന്നു. ദൂരെയുള്ള പല ജില്ലകളിലും അനിഷ്ട സംഭവങ്ങളും അനർത്ഥങ്ങളും ദുഷിച്ച വാർത്തകളുമൊക്കെ കേട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മൾ പറയും കേരളത്തിൻ്റെ ഇന്ന ഭാഗത്ത് ഇന്ന ജില്ലയിൽ വലിയ പ്രശ്നമാണ്, അവിടെ വലിയ പ്രതിസന്ധിയാണ്, മനുഷ്യൻ വളരെ മോശമാകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നു. എന്നാൽ നോക്കണമേ, നമ്മുടെ കേരളം സകല വിഷയങ്ങളെയും ഓവർകം ചെയ്തുകൊണ്ട് ഇന്ന് മ്ലേച്ഛതയുടെയും വളരെ 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 മനസ്സാക്കി മരവിക്കുന്ന പ്രശ്നങ്ങളുടെയും മുൻപന്തിയിൽ നിൽക്കുന്നു. നമുക്കിവിടെ നിന്ന് 8-10 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഇരന്തൂരിൽ നടന്ന കഴിഞ്ഞ വർഷം നടന്ന സംഭവം എത്ര വേദനാജനകമായിരുന്നു. മനുഷ്യനെ അറുത്ത് മുറിച്ച് തിന്നുക, പച്ചയ്ക്ക് തിന്നുക, അവൻ്റെ അവയവങ്ങൾ വറുത്ത് തിന്നുക, അവൻ്റെ അവയവങ്ങൾ പൊരിച്ചു തിന്നുക. മനുഷ്യൻ മാംസമോ അല്ലെങ്കിൽ മത്സ്യമോ വറുത്തും പൊരിച്ചും വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കുന്നത് പോലെ മനുഷ്യാവയവങ്ങളെ വറുത്തു തിന്നുന്ന, പൊരിച്ചു തിന്നുന്ന, കറി വെച്ച് കൂട്ടുന്ന ഒരു ദുഷിച്ച കാലം മനുഷ്യൻ്റെ മനസാക്ഷിയുള്ള മനുഷ്യന് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ തൊട്ടടുത്ത് വെട്ടിപ്പുറത്ത് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്താണ്? താൻ സ്നേഹിച്ചുണ്ടായ തെറ്റായ അവിഹിത ബന്ധത്തിലുണ്ടായ ഒരു കുഞ്ഞിനെ അടുത്ത സ്നേഹിക്കുന്ന ആളിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഒരു യൗവനക്കാരി 9 മാസം തന്റെ ഉദരത്തിൽ ചുമന്നുകൊണ്ട് നടന്ന ആ പിഞ്ചു കുഞ്ഞിനെ മറ്റൊരുവന്റെ കൂടെ ഉല്ലസിച്ച് ജീവിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ കിരാതമായിട്ട് കൊന്നുകളഞ്ഞ ദുഷിച്ച വാർത്ത, എത്ര ഹീനമായ വാർത്ത!
നമ്മുടെ 5-6 കിലോമീറ്റർ മാത്രം ദൂരമുള്ള വെട്ടിപ്പുറത്ത് നടന്ന സംഭവങ്ങൾ എത്ര വാർത്തകളാണ് അനുദിനം ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വേദന നിറഞ്ഞ സംഭവങ്ങളാണ്. സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെ ഒരു വിമോചനം ഉണ്ടാകുമെന്നൊക്കെ വേണം പലവിധമായ പ്രവൃത്തികൾ ചെയ്യുന്നു. എങ്കിൽ തന്നെയും ഒന്നിനാലും വിജയം കാണുവാൻ സാധിക്കാതെ മനുഷ്യനൊന്നടങ്കം തകർന്നടിയുന്ന ചണ്ടിക്കൂമ്പാരങ്ങളായിട്ട് അതപ്പതിച്ചുകൊണ്ട് നിൽക്കുന്നു. എവിടെയും പണമുണ്ടാക്കുവാൻ വേണ്ടി മനുഷ്യൻ പിന്നെയും അനീതികളും അക്രമങ്ങളും അനാശാസ്യങ്ങളും കാണിക്കുന്നു. പ്രിയരെ, ഈ വക സാഹചര്യങ്ങളിലാണ് ഞങ്ങളെപ്പോലെയുള്ള സാമൂഹിക പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് അനുഭവങ്ങൾ വെളിപ്പെടുന്നത്. ഈ വക വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ തക്കവണ്ണം ഇന്ന് കേരളക്കരയിൽ വളരെ പ്രശസ്തനായ യുവപ്രഭാഷകൻ പാസ്റ്റർ റെജി കുമ്പഴ അവരുകൾ ആനുകാലിക സംഭവങ്ങളെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ നിങ്ങളുടെ മുൻപാകെ വരച്ചു കാണിക്കാൻ തക്കവണ്ണം ഇതാ സന്നദ്ധനായി നിൽക്കുന്നു. മോചനം നേടുവാൻ അവലംബിക്കേണ്ട വഴികൾ ഏത് എന്നൊക്കെ സവിസ്തരമായി സംസാരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വളരെ പരിമിതമായ സമയത്ത് ഈ സന്ദേശം ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമൊക്കെ തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറെ അനുഗ്രഹിതമായ സാഹോദര്യ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾക്കൊക്കെ മൂല്യം നൽകുന്ന ഈ നല്ല നാടിനെ ഓർത്ത് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പേരറിയപ്പെടുന്ന നമ്മുടെ കേരളം ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ ചെറിയ നാട് ഏറെ പ്രശംസനീയമാണ്. അതിൻ്റെ കാരണം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം, കേരളത്തിൻ്റെ കലാരൂപങ്ങൾ, കേരള ജനതയുടെ വിദ്യാസമ്പന്നമായ ജീവിതം, അനുദിനം അവരുടെ ജീവിത നിലവാരങ്ങൾ മെച്ചപ്പെടുന്ന ആ വ്യതിയാനങ്ങളൊക്കെ ലോകരാജ്യങ്ങളിടയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. തന്നെയല്ല, ഈ നാടിൻ്റെ പ്രകൃതി മനോഹരിത ഏറെ വശ്യമാണ്. അതുകൊണ്ട് തന്നെ വിദേശികളായ ആളുകൾ അവരുടെ ജോലിയുടെ ഇടയിൽ ലഭിക്കുന്ന അവധിക്കാലങ്ങൾ ചിലവഴിക്കുവാൻ ഒട്ടുമിക്ക ആളുകളും തിരഞ്ഞെടുക്കുന്നത് കേരളമാണ്. ഇവിടെ വന്ന ഈ നാടിൻ്റെ പ്രകൃതി മനോഹാരിതകളൊക്കെ അവർ കണ്ണുകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെയുള്ള സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിച്ച് ഇവിടുത്തെ കലാരൂപങ്ങൾ കണ്ട് ആസ്വദിച്ച് ഈ നാട് അവരോട് കാണിക്കുന്ന സ്നേഹങ്ങളൊക്കെ ആവോളം അനുഭവിച്ച് അവധിക്കാലം അനന്തരം സ്വന്തം നാട്ടിലേക്ക് അവർ മടങ്ങുമ്പോൾ ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ ഈ കൊച്ചു നാടിനെ നോക്കി വിദേശികളായ ആളുകൾ സ്നേഹത്തോടെ പറഞ്ഞ ഒരു പേരുണ്ട്, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. അതെ, ഈ നാടിൻ്റെ ഏത് മേഖലയിൽ നോക്കിയാലും അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ, കേരളത്തിലെ കലാലയങ്ങളിൽ, കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ, കുടുംബങ്ങളിൽ ഭാവിയുടെ വാഗ്ദാനങ്ങളായി തീരേണ്ട തലമുറകളിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണോ നമ്മുടെ കേരളം എന്ന് ഒരു പുനർവിചിന്തനം നടത്തേണ്ട സാഹചര്യത്തിൽ നാം എത്തി നിൽക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ, കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ, കലാലയങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. നമുക്കറിയാം, കുടുംബ ബന്ധങ്ങൾക്കേറെ മൂല്യം കൽപ്പിക്കുന്ന ജനതയാണ് നാം. ഈശ്വരം ദാനമായി ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്ന ജീവിത പങ്കാളിയെ മരണം വരെയും ചേർത്ത് നിർത്തി സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഒപ്പം നിർത്തി ആ കരുതലും സ്നേഹവും ആവോളം കൊടുത്ത് ഈശ്വരൻ നൽകുന്ന ജീവിതത്തിൻ്റെ അന്ത്യസമയത്ത് മരണം വഴിയായി മാറ്റപ്പെടുമ്പോഴും തുടർന്നുള്ള നാളുകളിലും ഇന്നലകളിലെ നല്ല ഓർമ്മകൾ ഹൃദയത്തിൽ പേറിക്കൊണ്ട് അനേകർക്ക് മാതൃകയായി നിന്ന നിരവധി മാതാപിതാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ മൂല്യം അവർ കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബജീവിതം മറ്റു പലർക്കും മാതൃകയായിരുന്നു. ആ കാലങ്ങളിലുള്ളവർ
പറയുമായിരുന്നു, ഇന്നയാളെ നോക്കി പഠിക്കണം. ആ വീട്ടിലേക്ക് വന്ന മകൾ ഒന്നുമില്ലാതെ വന്ന പക്ഷെങ്കിൽ അവരുടെ ബുദ്ധിപരമായ പെരുമാറ്റങ്ങൾ നിമിത്തം, അവരുടെ ഈശ്വര ഭയ നിമിത്തം, അവളുടെ സ്നേഹം നിമിത്തം ആ വീടിന്റെ സ്ഥിതികൾക്ക് മാറ്റം വന്നു. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ, ആ മകന്റെ കഠിനാധ്വാനം കൊണ്ട് ആ കുടുംബത്തിന്റെ സ്ഥിതികൾക്ക് ഭേദം വന്നു എന്നൊക്കെയുള്ള സന്തോഷത്തോടുള്ള വാർത്തകൾ നമ്മൾ കേട്ടവരാണ്. പക്ഷെ ഇന്ന് കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു. ബന്ധങ്ങൾക്ക് വിലയില്ലാതെ പോയൊരു കാലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. എനിക്ക് മുമ്പായി ആമുഖമായി ഇവിടെ ഓർമ്മപ്പെടുത്തിയ ഈ നാട്ടുകാരൻ തന്നെയായ പ്രിയ മാത്യു മല്ലശ്ശേരി അവരുകൾ ഓർമ്മപ്പെടുത്തിയ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടല്ലോ. നമ്മുടെ പത്തനംതിട്ടയിൽ വെട്ടിപ്പുറം എന്ന സ്ഥലത്തുള്ള 21 വയസ്സുള്ള നീതു എന്ന പേരുള്ള ഒരു യുവതി സോഷ്യൽ മീഡിയയിലൂടെ താൻ പരിചയപ്പെട്ട യുവാവുമായി ഒരുമിച്ച് കണ്ടുമുട്ടുകയും അവരുടെ ഒന്നിച്ചു കൂടിയുള്ള ഒത്തുചേരലിൽ തൻ്റെ ഉദരത്തിൽ ഉൽപ്പാദിതമായ തലമുറയെ തിരുവല്ലയ്ക്കടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ പാർക്കുകയും അതിന് ജന്മം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ സോഷ്യൽ മീഡിയയിലൂടെ താൻ ആദ്യം പരിചയപ്പെട്ട യുവാവ് തന്നിൽ നിന്നും അകലം വിട്ട് മാറിയപ്പോൾ മറ്റൊരു സുഹൃത്തിനെ കണ്ടെത്തുകയും ആ സുഹൃത്തിന്റെ കൂടെയുള്ള ജീവിതത്തിന് തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞ് തടസ്സമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രസവിച്ച് മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മുഖത്തേക്ക് വെള്ളം കോരി ധാരധാരയായി ഒഴിച്ചിട്ട് അതിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞ വാർത്തകൾ ഇന്നത്തെ വർത്തമാന പത്രത്തിലും നമ്മൾ വായിച്ചവരാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവമാണത്. ഇങ്ങനെ കേരളത്തിന്റെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. ഈ അടുത്തിടെ ഈ കഴിഞ്ഞ ദിവസം ആ വാർത്ത കേട്ടപ്പോൾ എന്നോട് അമ്മ ചോദിച്ചത്, സാറേ ഇവളൊരു മനുഷ്യ സ്ത്രീയാണോ? ഞാൻ ചോദിച്ചു, അതെന്താ അമ്മേ? ആ അമ്മ പറയാണ്, എനിക്ക് 5 മക്കളാണ്. ഏറെ പട്ടിണിയിലും ഏറെ ദാരിദ്ര്യത്തിലുമാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. പക്ഷേ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ വലുതാക്കി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഞങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറ്റിവെച്ച് ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മയാണ്. ആ ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്ക് ഇങ്ങനെയുള്ള സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ അപമാനം വരുത്തി വെക്കുകയല്ലേ എന്ന സങ്കടത്തോടെ പറഞ്ഞ വാർത്ത ഞാൻ കേട്ടയാളാണ്. ഇത് കേരളത്തിന്റെ പത്തനംതിട്ട ജില്ലയിൽ ഒരു ഭാഗത്ത് നടന്നൊരു സംഭവം മാത്രമാണ്. കേരളത്തിന്റെ ഓരോ തെരുവോരങ്ങളിൽ നാം അറിയാതെ, മാധ്യമങ്ങളിൽ വാർത്ത വരാതെ ഇങ്ങനെ എത്ര കുഞ്ഞുങ്ങൾ തകരപ്പെട്ടിട്ടുണ്ട്. ഭ്രൂണഹത്യ പാപമെന്നുള്ള വലിയ ആശയമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഒരു കൊതുകിനെ കൊന്നുകളയുന്ന ലാഘവത്തോടെ ഉദരത്തിൽ ദൈവം തമ്പുരാൻ ദാനമായി കൊടുക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ മടിയില്ലാത്ത അമ്മമാരുള്ള കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെറിയ ദൃശ്യം, ഒരു നദി കടന്നു പോകുന്ന ഒരു മാനും അതിൻ്റെ കുട്ടി. ആ നദി കടന്നത് പോകുമ്പോൾ അതിന്റെ കുട്ടിയെ ചേർത്ത് നിർത്തി ഒഴുക്കിൽ അകപ്പെട്ട് വലിയ ഗർത്തങ്ങളിലേക്ക് ഈ മാൻകുട്ടി വീണു പോകാതെ ഈ തള്ളമാൻ അതിനെ ചേർത്ത് നിർത്തി പ്രൊട്ടക്ട് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൃശ്യം. മുമ്പോട്ട് ഇങ്ങനെ കരയിലേക്ക് അടുക്കാറാകുമ്പോൾ ഈ മാനിനെ ലക്ഷ്യം വെച്ച്, ഈ മാൻകുട്ടിയെ ലക്ഷ്യം വെച്ച് ആ നദിയിലൂടെ ഒരു മുതല പാഞ്ഞു വരികയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഈ അമ്മമാൻ ചെയ്ത കാര്യം, ഈ തന്റെ കുട്ടിമാനിനെ വളരെ വേഗത്തിൽ ആ ഒഴുക്ക് കുറഞ്ഞ ഭാഗത്തേക്ക് തള്ളി മാറ്റി നിർത്തിയിട്ട് ഈ മുതലയുടെ അരികിലേക്ക് വളരെ വേഗത്തിൽ താൻ നീന്തി അടുത്തിട്ട് ആ മുതലയുടെ ഇരയായി അത് മാറിയ ഒരു ദൃശ്യം എന്നെ വളരെ നൊമ്പരപ്പെടുത്തി. പക്ഷേ ഒരു വലിയ സന്ദേശം ആ ദൃശ്യം നമുക്ക് തരുന്നുണ്ട്. കാരണം ഒരു മൃഗം ചിന്തിക്കുവാൻ വലിയ കഴിവൊന്നുമില്ലാത്ത, കുഞ്ഞുങ്ങളെക്കുറിച്ച്, നാളകളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നുമില്ലാത്ത ഒരു മൃഗം തൻ്റെ ഉദരത്തിൽ പിറന്ന ആ മാൻകുഞ്ഞിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ മടിയില്ലാതെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞുങ്ങളെ വെള്ളമൊഴിച്ച് കൊല്ലുന്ന, ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ കടൽ ഭിത്തിക്ക് ഇരയാക്കി കൊടുത്ത് കൊന്നുകളയുന്ന കുഞ്ഞുങ്ങൾ, ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞുങ്ങളെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊന്നുകളയുന്ന അമ്മമാർക്കൊരു വലിയ സന്ദേശമാണ് ഈ മൃഗം കൊടുക്കുന്നത്. മറ്റൊന്ന് ഞാൻ കണ്ടത്, ഒരു ആനയും തന്റെ കുട്ടിയും കൂടെ നദി കടന്നു പോകുമ്പോൾ ഒപ്പം നിൽക്കുന്ന കുട്ടിയാനയെ മുതല പിടിക്കുകയാണ്. ഈ തള്ള ആന ചെയ്തത് അതിനെ ചവിട്ടിക്കൊന്ന് അതിനെ ജീവശവമാക്കി മാറ്റിക്കളഞ്ഞിട്ട് തന്റെ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കരയിലേക്ക് പോവുകയാണ്. ഇന്ന് മനുഷ്യൻ മാതൃകയില്ലാത്തവനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മൃഗങ്ങൾ മാതൃക കൊടുക്കുകയാണ്.
ചില ദിവസങ്ങൾക്ക് കണ്ട മറ്റൊരു ദൃശ്യം ഇതാണ്. ഇതുപോലെയുള്ള തിരക്കേറിയ റോഡിൽ ഒരു നായ്ക്കുട്ടിയും അതിന്റെ തള്ളയും കൂടെ ഒന്നിച്ചു നിൽക്കുകയാണ്. ചീറിപ്പാഞ്ഞു വന്ന ബൈക്ക് അതിന്റെ കുഞ്ഞിനെ ഇടിച്ചു കളഞ്ഞിട്ട് അത് തെരുവിലൂടെ പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജീവൻ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഈ തള്ളനായ്ക്കുട്ടി ചെയ്തത് എന്താണെന്നറിയാമോ? ആ പാഞ്ഞു പോകുന്ന വാഹനത്തെ നോക്കി ശക്തമായി കുരയ്ക്കുകയാണ്. പ്രതിഷേധം രേഖപ്പെടുത്തുന്നവരെ കുരച്ച വാഹനത്തെ പിൻപറ്റുകയും തിരികെ മടങ്ങി വന്ന് ഈ ജീവക്ഷമമായ തന്റെ കുട്ടിയുടെ ചുറ്റും നിന്ന് കരയുന്ന ഒരു ദൃശ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ന് അനേകർക്ക് മാതൃകയായി നിൽക്കുന്ന മനുഷ്യൻ, മറ്റു പലതിനും ചൂണ്ടുപലകയായി നിൽക്കുന്ന മനുഷ്യൻ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നെത്തി നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇങ്ങനെ ഇന്ന് സമൂഹത്തിൽ നടമാടുന്ന ഹീനകൃത്യങ്ങളെല്ലാം പിന്നാമ്പുറം നോക്കിയാൽ മനുഷ്യൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്തവനായി മാറുന്നു എന്ന ഒരു സന്ദേശത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. മനുഷ്യന് മടിയില്ല, എന്ത് ചെയ്യാൻ മടിയില്ലാത്തൊരു കാലം. ചില നാളുകൾക്ക് മുമ്പ് പാലക്കാട് നടന്നൊരു സംഭവം വളരെ സങ്കടകരമാണ്. പാലക്കാടുള്ള ഉൾപ്രദേശമുള്ള ഗ്രാമത്തിൽ രതീഷ് എന്ന പേരുള്ള 37 വയസ്സുള്ള ചെറുപ്പക്കാരൻ, കുടുംബസ്ഥനാണ്, 2 കുഞ്ഞുങ്ങൾ, 6 വയസ്സ് പ്രായവും 3 വയസ്സ് പ്രായമുള്ള 2 ആൺകുഞ്ഞുങ്ങൾ. അത്യാവശ്യം ജോലിക്ക് മാത്രം പോകുന്നു സഹോദരൻ. കിട്ടുന്ന കാശ് മൊത്തം മദ്യം കഴിച്ച ലഹരി, അതിന്റെ ലഹരിയിൽ, ഉന്മാദ ലഹരിയിൽ വീട് മറന്ന മക്കളെ മറന്ന് തെരുവോരങ്ങൾ കിടന്നുറങ്ങുന്ന ഈ യുവാവ് അന്ന് പതിവ് പോലെ വീട് വിട്ടിറങ്ങി. പക്ഷെങ്കിൽ സന്ധ്യയായിട്ടും തനിക്ക് ആവോളം മദ്യപിക്കാൻ പണം ലഭ്യമായില്ല. തൻമുട്ടിയ വാതിലൊന്നും തനിക്ക് അനുകൂലമായി തുറക്കാത്തത് കൊണ്ട് മദ്യം കഴിക്കുന്ന ആവലോടെ താൻ പലയിടത്തും പലത് പക്ഷേ എങ്ങും കിട്ടിയില്ല. വീട്ടിലേക്ക് വരുന്ന സന്ധ്യയോടെടുത്ത സമയത്ത് താൻ നോക്കുമ്പോൾ തന്റെ ഭാര്യ, വീട് നോക്കാത്ത ഭർത്താവായതുകൊണ്ട് തന്നെ ഈ സഹോദരി അടുത്തുള്ള വീടുകളിൽ പോയി പാത്രം കഴുകി മുറ്റമടിച്ചും വസ്ത്രം കഴുകിയെ കിട്ടുന്ന പൈസ സ്വരൂപിച്ച് വെച്ചാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, വീട് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് വന്ന യുവാവ് കാണുന്നത് സഞ്ചിയും റേഷൻ കാർഡും ഒക്കെ ആയിട്ട് കടയിലേക്ക് പോകാൻ താല്പര്യത്തോടെ അതിവേഗം ഓടി വരുന്ന സഹോദരിയെ കണ്ടിട്ട് പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന പണം എനിക്ക് തരണം, എനിക്ക് അല്പം കൂടെ മദ്യപിക്കണം എന്ന് പറയുമ്പോൾ പണം കൊടുക്കാൻ ഈ യുവതി മടി കാണിക്കുകയാണ്. അവൾ പറഞ്ഞതാണ്, ഈ അല്പ പൈസ മാത്രമേ ഉള്ളൂ, റേഷൻ അരി വാങ്ങണം, അതിനുള്ള പണമുണ്ട്, ഒരു കവർ പാല്, അല്പം ബിസ്ക്കറ്റ് വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്, അതുകൊണ്ട് ഈ പണം നിങ്ങൾക്ക് മദ്യപിക്കാൻ ഞാൻ തരികയില്ലെന്ന് അവർ വാശി പിടിക്കുമ്പോൾ ഈ കൊച്ചു കുടിലിന്റെ മുറ്റത്ത് എന്ന് വിളിച്ച് രതീഷ് എന്ന ചെറുപ്പക്കാരന്റെ മുണ്ടിന്റെ അഗ്രങ്ങൾ പിടിച്ച് വട്ടം കറങ്ങുന്ന 2 പിഞ്ചോമനകൾ, 6 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്. 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ അപ്പൻ ചേർത്ത് പിടിച്ചു, കരങ്ങൾ എടുത്തു. അമ്മയ്ക്ക് തോന്നി ഇന്നെങ്കിലും അപ്പൻ കുഞ്ഞിനോട് സ്നേഹം തോന്നിയല്ലോ. ചേർത്ത് പിടിച്ചിട്ട് ആ യുവതിയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന പണം എനിക്ക് തന്നില്ലെങ്കിൽ ഇവനെ ഞാൻ കൊന്നുകളയും, നിന്റെ മകനെ ഞാൻ കൊന്നുകളയും എന്ന് പറയുമ്പോൾ ആ സഹോദരിയോട് ഒരിക്കലും കൊന്നുകളയില്ല. കാരണം സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞല്ലേ, ഒരിക്കലും ചെയ്യില്ല, എന്നെ ഭയപ്പെടുത്താൻ പറയുന്നതായിരിക്കും. പക്ഷേ യുവതി പണം കൊടുക്കാൻ മടി കാണിക്കുമ്പോൾ, വിമുഖത കാണിക്കുമ്പോൾ ചില മിനിറ്റുകൾ കഴിഞ്ഞില്ല, ഈ നരാധമൻ ചെയ്തത് സ്വന്തം ചോരയിൽ പിറന്ന 3 വയസ്സ് മാത്രം പ്രായമുള്ള അപ്പാ എന്ന് വിളിച്ച് തന്റെ കയ്യിലുമുണ്ടെന്റെ അഗ്രങ്ങൾ പിടിച്ച് വീടിന്റെ മുറ്റത്ത് കറങ്ങുന്ന ഈ പിഞ്ചോമനെ ആ നരാധമൻ ചെയ്തത് കാലിനെ തൂക്കിപ്പിടിച്ച് ആ കുടിലിന്റെ തറയിലേക്ക് വാരി അടിച്ചു കളഞ്ഞു. മിനിറ്റുകൾ കഴിഞ്ഞില്ല, ഓടിക്കളിച്ച് നടന്ന മുറ്റത്ത് ആ മാംസകഷണങ്ങൾ ചിതറിത്തെറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങളും അതിന്റെ ദുഃഖകരമായ വാർത്തയും മലയാള മനോരമ പ്രസിദ്ധീകരണം ചെയ്ത വാർത്തയാണ്. ഞാൻ പറയട്ടെ, പോലീസ് അധികാരി വന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നീട് അന്വേഷണപരമായി തെളിവെടുപ്പിനെ കൊണ്ടുവരുമ്പോൾ ജനരോക്ഷം ഇരമ്പി, അമ്മമാര് ആയുധങ്ങളാൽ മുമ്പോട്ട് വന്നു. എല്ലാവരും, ആൺ പെൺ വ്യത്യാസമില്ല, എല്ലാവരും പ്രതിരോധം നിർത്തുവാൻ നിൽക്കുകയാണ്. പറഞ്ഞു, സാറേ അവനെ ഇങ്ങോട്ട് വിട്ടതാ, ഞങ്ങൾ അവനെ കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അധികാരികൾക്ക് വിട്ടുകൊടുക്കാനാവതല്ല. അവർ യുവാവിനെ പ്രൊട്ടക്ട് ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ ആ പോലീസ് ചോദിച്ചു, എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത്? ഈ ജനം കണ്ടോ, നിനക്കെതിരെ ഈ ജനം ആർത്തിരമ്പത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 2 കൈകളും തലയിൽ വെച്ച് 37 വയസ്സുള്ള നല്ല യൗവനക്കാരൻ അവൻ പറയാണ്, ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചത് ഈ നശിപ്പിച്ച മദ്യമാണ്. മദ്യമാണ് എന്റെ കുഞ്ഞിനെ കുറിച്ച് ചിന്തയില്ലാത്തവനായി എന്നെ മൃഗമാക്കി മാറ്റിയത്. എന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തയില്ലാത്തവനാക്കി എന്നെ മാറ്റിയത് മദ്യമാണ്. മദ്യമാണ് എന്റെ അപ്പനെയും അമ്മയെ നിന്ന് എന്നെ അകറ്റിയത്. മദ്യമാണ് എന്നെ സമൂഹത്തിൽ നിന്ന് അകറ്റിയത്. മദ്യമാണ് എന്നെ സുഹൃത്തുക്കൾ അകറ്റിയത്. മദ്യമാണ് എന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് വിലപിച്ച് കരയുക. പക്ഷേ കരഞ്ഞിട്ട് എന്ത് കാര്യം? നഷ്ടപ്പെടേണ്ടത് എന്നെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ നഷ്ടപ്പെട്ട എത്ര ബാല്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ തകരുന്ന മനുഷ്യന്റെ പിന്നാമ്പുറം പഠിച്ചു പോകുന്ന ഏതൊരാൾക്കും ചില
ചെന്നെത്താൻ കഴിയുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കുത്തൊഴുക്കിലേക്കാണ്. അതിൽ നിന്ന് മോചനം നേടുവാൻ ഏതാണ് മനുഷ്യൻ മാർഗം, ഏത് വഴിയാണ് മനുഷ്യൻ അവലംബിക്കേണ്ടതെന്ന് നിരവധി മാർഗങ്ങൾ മനുഷ്യൻ അവലംബിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ പിൻപറ്റുന്ന മാർഗങ്ങളെല്ലാം അമ്പയെ പരാജയപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, മദ്യത്തിന്റെ പിടിയിൽ നിന്നൊക്കെ മനുഷ്യൻ എത്തിക്കാൻ കഴിയുന്ന ഒരു ഈടുറ്റ സന്ദേശമായിട്ടാണ് ഞങ്ങൾ ഈ കവലയിൽ എത്തി നിൽക്കുന്നത്. കേരളം ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. കലാലയങ്ങൾ മദ്യത്തിന്റെ ലഹരിയുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. 2022 എക്സൈസ് അധികാരികൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് 250 സ്കൂളുകളാണ് മദ്യമാഫിയയുടെ ലിസ്റ്റിൽപ്പെട്ട് കിടക്കുന്നത്. 2022 250 സ്കൂളുകൾ മദ്യമാഫിയയുടെ ലിസ്റ്റിൽപ്പെട്ട് കിടക്കുമ്പോൾ 2023 മെയ് മാസം 29-ാം തീയതി വന്ന മനോരമയുടെ അകപ്പേജുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, എക്സൈസ് അധികാരികൾ ഏറെ ഭയത്തോടെ കേരള ഗവൺമെന്റ് പുറത്തുവിട്ട വാർത്ത ഇതാണ്: 250 സ്കൂളുകളായി 2022 ഇരുന്ന മാഫിയയുടെ ലിസ്റ്റ് വർദ്ധിച്ചു. 2023 വരുമ്പോൾ 1100 സ്കൂളുകൾ സിന്തറ്റിക് ലഹരിയുടെ വലയത്തിൽ അകപ്പെട്ടു എന്ന് ഇവിടുത്തെ എക്സൈസ് അധികാരികളും പോലീസ് അധികാരികളും മുൻപോട്ട് വ്യക്തമായ വാർത്ത വയ്ക്കുകയാണ്. 2023 മെയ് മാസം 29-ാം തീയതി വന്ന മനോരമയിലെ വാർത്തയാണ് ഞാൻ പറയുന്നത്. അന്നത്തെ ദിവസത്തെ പ്രത്യേകത കൊണ്ട് എല്ലാവർക്കും ഫോണിലേക്ക് വിളിക്കാം, മനോരമയിലേക്ക് ചാനലിലേക്ക് വിളിക്കാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയും നിരവധി ആളുകൾ അവിടേക്ക് വിളിക്കുകയും, അങ്ങനെ എറണാകുളത്ത് നിന്ന് വിളിച്ച ഒരു അമ്മയുടെ രോദനം വിളിയല്ല നിലവിളിയാണ് അവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉന്നതനായ ഒരു പോലീസ് അധികാരിയുടെ ഭാര്യയാണ്, റിട്ടയർഡായ പോലീസ് അധികാരിയുടെ ഭാര്യ, ഏക മകൻ, 32 വയസ്സ് പ്രായം മാത്രം. ഇത് വളരെ പ്രതീക്ഷ അർപ്പിച്ച് അപ്പനും അമ്മയും കൺമണി പോലെ പോറ്റി വളർത്തിയ മകനെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് അയച്ചു, അന്യ സംസ്ഥാനത്തേക്ക് അയച്ചു. അവിടെ ചെന്ന മദ്യമാഫിയയുടെ ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ട മനുഷ്യൻ തിരിച്ചു വന്ന് അവനെ കൊണ്ടുവന്ന് അവന് ചികിത്സകൾ കൊടുത്തു, കൗൺസിലിംഗ് കൊടുത്തു, ജീവിതത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരാൻ എല്ലാ പദ്ധതികളും അവർ അവലംബിച്ചെങ്കിലും അവർ കൊണ്ടെത്തിച്ച കൗൺസിലിംഗ് സെന്ററുകൾക്ക് അവന്റെ ജീവിതത്തെ മാറ്റാൻ കഴിഞ്ഞില്ല. 3 മാസത്തെ ചികിത്സകൾക്ക് ആയിരക്കണക്കിന് രൂപ കൊടുത്തു. വീട്ടിലേക്ക് മടങ്ങി വന്നവൻ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ലഹരി മാഫിയ അവനെ തേടിയെത്തുകയാണ്. സിന്തറ്റിക് ലഹരിയുടെ മാഫിയ അവനെ തേടിയെത്തുകയാണ്. ഈ ലഹരി കഴിച്ച് പുറത്തുപോയി കഴിക്കുന്നവൻ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ വീട്ടിനകത്ത് നിന്ന് കഴിക്കാൻ തുടങ്ങി, സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ തുടങ്ങി. അത് ചോദ്യം ചെയ്ത അപ്പനെ അമ്മയെ ആയുധം കൊണ്ടവൻ വകവരുത്താൻ തുടങ്ങി. ആ ചോദ്യം ചെയ്ത പിതാവിന്റെ മൂക്കിന്റെ പാലവൻ ഇടിച്ച് തകർത്തു. അങ്ങനെ ഒരു മൃഗത്തെ പോലെ പെരുമാറുന്ന മകൻ വീട്ടിൽ മാത്രമല്ല പുറത്തേക്കിറങ്ങി വാഹനങ്ങൾ തകർക്കാൻ തുടങ്ങി, കടകമ്പോളങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്താൻ തുടങ്ങി. ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ വരുത്തി വെച്ച കടങ്ങളൊക്കെ വീട്ടുവാൻ ഈ അപ്പനും അമ്മയും ചെയ്തത്, അവർ പാർത്തിരുന്ന വീട് അത് ബാങ്കിലേക്ക് ലോൺ വെച്ച് പണമെടുത്ത് കടങ്ങൾ ഏതാണ്ട് 22 ലക്ഷത്തോളം രൂപ കടങ്ങളെല്ലാം വീട്ടി. ബാക്കി പൈസ കൊണ്ട് ആ ടൗണിൽ അല്പം ദൂരേക്ക് മാറി ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുമ്പോൾ അവിടെ നിന്നാണ് ഈ അമ്മ വിളിക്കുന്നത്. ഈ അമ്മ വിളിച്ച് പറയുമ്പോൾ ഈ സങ്കടമെല്ലാം പറഞ്ഞിട്ട് അമ്മ പറയാ, സാറേ എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ, ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങളുടെ മകൻ ഒരിക്കലും അറിയരുത്. അപ്പോൾ ആ വാർത്താ ചാനലിൽ അദ്ദേഹം ചോദിച്ചു, എന്താണ് അമ്മ അങ്ങനെ പറയാൻ കാരണം? ഞങ്ങൾ എവിടെയുണ്ടെന്നറിഞ്ഞാൽ ഇനി അവൻ ചെയ്യുന്നത് ഞങ്ങളെ വന്ന് അവൻ ഞങ്ങളുടെ ജീവനെ എടുക്കും, ഞങ്ങളെ കൊന്നുകളെ, അതുകൊണ്ട് അറിയരുത്. ഇത് കേരളത്തിലെ ഒരമ്മയുടെ നിലവിളിയ. ഒരുപക്ഷെ ഈ പൂങ്കാവിന്റെ പരിസര പ്രദേശങ്ങളിലും ഇങ്ങനെ പറഞ്ഞാൽ നിലവിളിക്കാൻ ഒരുപടി അമ്മമാരുണ്ടാകാം, പിതാക്കന്മാരുണ്ടാകാം, യൗവനക്കാരുണ്ടാകാം. നിങ്ങളെ മദ്യത്തിന് പിടിയിലേക്ക് അമർന്നു പോയാൽ നിങ്ങളുടെ ജീവിതം തകരുകയാണ്. ഇന്ന് സിന്തറ്റിക് ലഹരിയുടെ ലോകമാണ്. എന്താണ് സിന്തറ്റിക് ലഹരി എന്ന് നമുക്കറിയാം. MDMA എന്ന് പറയുന്ന ഒരു രാസവസ്തുണ്ട്, മെത്തലിൻ ഡയോക്സൈഡ് മെറ്റാഫിറ്റമിൻ എന്ന് പറയുന്ന ഈ വിഷവസ്തുവിന്റെ പ്രത്യേകത ഏതാണ്ട് ഒരു പഞ്ചസാര തരിയുടെ അളവ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെന്നാൽ 24 മണിക്കൂർ വരെ മനുഷ്യന്റെ ദാഹമില്ല, വിശപ്പില്ല, ഉറപ്പില്ല, ഊർജ്ജസ്വലനായി എന്തും ചെയ്യാൻ പ്രവർത്തിക്കുന്ന നിലയിൽ ഒരു മനുഷ്യനെ റോബോട്ട് പോലെ ചലിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ അവന്റെ ബുദ്ധിമണ്ഡലത്തെ മാറ്റിമറിക്കുന്ന സിന്തറ്റിക് ലഹരികൾ, ആയിരക്കണക്കിന് രൂപ വില വരുന്ന സിന്തറ്റിക് ലഹരികൾ ഇന്ന് നമ്മുടെ നാടിനെ പിടിച്ചിരിക്കുകയാണ്. സുബോധമില്ലാത്തവരായി, അറിവില്ലാത്തവരായി, വകതിരിവില്ലാത്തവരായി, അമ്മയെ കണ്ടാൽ അമ്മയാണ് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ബുദ്ധിമണ്ഡലം മറിഞ്ഞു പോകുന്നു. സഹോദരിയെ കണ്ടാൽ സഹോദരിയാണെന്ന് അറിയാൻ കഴിയാതെ ബുദ്ധിമണ്ഡലം മറിഞ്ഞു പോകുന്ന ഈ ലഹരികളൊക്കെ നമ്മുടെ നാടിനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടിനെ നമുക്ക് തിരിച്ചു പിടിക്കണം, നമ്മുടെ യുവതയെ നമുക്ക് തിരിച്ചു പിടിക്കണം, തകർന്ന തലമുറയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ജീവിതത്തിലേക്ക് മാതാപിതാക്കന്മാരുടെ പ്രതീക്ഷയ്ക്കെത്തവണ്ണം ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഭയമില്ലേ? പഠിക്കാൻ വിടുന്ന കലാലയത്തിൽ എങ്ങനെയാണ് തിരിച്ചു വരുന്നെന്ന് മാതാപിതാക്കന്മാർക്ക് ഭയമാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരുവാൻ ഈ സന്ദേശം നിശ്ചയമായി നിങ്ങൾക്ക് ഉതകും. ഇന്നലകളിൽ ഇപ്രകാരമുള്ള പലതിന്റെ അടിമകളായി ലോകത്തിലൂടെ അമ്മയപ്പന്മാർ കണ്ണീർ വിളിച്ചുകൊണ്ട്, സമൂഹത്തിന് കണ്ണീർ വിളിച്ചുകൊണ്ട്, മാതാപിതാക്കന്മാർക്ക് ഉപദ്രവം വിധിച്ചുകൊണ്ട്, എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവരായി ഒരു കാലത്തിൽ
പലയിടങ്ങൾ അലഞ്ഞ് ഞങ്ങളെ ഈ സന്ദേശം പറയാൻ പര്യാപ്തമാക്കിയത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമാണ്. എന്റെ നാട് കുമ്പളയാണ്. ഈ കുമ്പള സ്വദേശിയെ ഞാൻ പാർട്ടിയാളാണ്. വർഷങ്ങൾക്ക് മറാണിലേക്ക് മാറി പാർക്കുന്നതേ ഉള്ളൂ. ഒരു കാലഘട്ടങ്ങളിൽ വിവിധമായ വഴികളൊക്കെ സഞ്ചരിച്ച് ജീവിതം തകരുമെന്ന് തോന്നിയപ്പോൾ, ആത്മഹത്യയല്ലാതെ മറ്റൊന്നും മുമ്പിലില്ല എന്നുള്ള ചിന്താധാരണകളൊക്കെ അകത്ത് വന്നപ്പോൾ, വിദ്യാഭ്യാസം ഡിഗ്രി തലം പൂർത്തീകരിക്കാൻ കഴിയാതെ എല്ലാം തകരുന്ന വിചാരമായപ്പോൾ ഇതാ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഏക സന്ദേശം അത് സുവിശേഷം മാത്രമാണ്. ആ കാലഘട്ടങ്ങളിൽ ലഭ്യമായ ശിക്ഷണ നടപടികൾക്കോ മനുഷ്യന്റെ ആക്രോശങ്ങൾക്കോ മനുഷ്യന്റെ ഉപദ്രവങ്ങൾക്കോ അന്ന് പിൻപറ്റിയ യാതൊരു തത്വ സംഹിതകൾക്കും ആത്മമണ്ഡലങ്ങൾക്കും മാറ്റം വരുത്താൻ കഴിയാതെ ജീവിതത്തിൽ ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന ചിന്തയോടുകൂടി ചുവടുവെക്കുമ്പോൾ മരണത്തിലേക്കല്ല ജീവനിലേക്ക് ഒരു വഴിയുണ്ട് എന്ന് ഞങ്ങളുടെ അന്തരാത്മാവിൽ സംസാരിച്ച് അതിന് മാർഗദർശിയായി ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ സന്ദേശം കേൾവിക്കായിരിക്കുന്ന ഏവരെയും വെളിച്ചത്തിന്റെ വിഭാഗത്തിലേക്ക് ആനയിക്കാൻ കഴിയുന്ന ഏകമാർഗം അത് സുവിശേഷം മാത്രമാണ്. മദ്യത്തിന്റെ പിടിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന, മദ്യം വേണ്ട എന്ന് ചിന്തിക്കുമ്പോഴും അടുത്ത ദിവസം മദ്യത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന, തെറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോഴും അടുത്ത ദിവസം അതേ തെറ്റിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന, ആരെയും ഉപദ്രവിക്കരുത് തോന്നുമ്പോഴും പിറ്റേ ദിവസം വൈരാഗ്യ മനോഭാവം അകത്ത് ഉത്പാദനമാക്കുന്ന മനുഷ്യരുടെ പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തിന്റെ പേര് പാപം എന്ന പേരിൽ ബൈബിൾ വിളിച്ചു പറയുമ്പോൾ ആത്യന്തിക മനുഷ്യൻ രക്ഷപ്പെടേണ്ടത് പാപത്തിൽ നിന്നാണ്. പാപത്തിൽ നിന്ന് മനുഷ്യ രക്ഷിക്കുവാൻ ഏത് ശിക്ഷണ നടപടികൾ കഴിയും, ഏത് നിലകൾക്ക് കഴിയും? ഓരോ ദൈവങ്ങൾക്കോ കൗൺസിൽ സെന്ററുകൾക്കോ ഉപദ്രവങ്ങൾക്കോ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. കാരണം പാപം ഒരു വ്യക്തിയല്ല, പാപം ഒരു സംഭവമല്ല. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അതിനെ കണ്ടെത്തി തീയിട്ട് നശിപ്പിക്കാമായിരുന്നു. പാപം ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അതിനെ ശിക്ഷണ നടപടികൾ കൊടുത്ത് ജയിലിലൂടെ ചെന്നേക്കവിടെ കൽപ്പുറങ്കിലാക്കാമായിരുന്നു. പാപം ഒരു സ്വഭാവമായുണ്ട്. ഉള്ളിരിക്കുന്ന ഇവിടെ നാട്ടിൽ കഴിയത്ത് കാണാൻ കഴിയാത്തതുകൊണ്ട് ആത്യന്തികമായി മനുഷ്യനിൽ രൂഢമൂലമായിരിക്കുന്ന ഈ പാപ സ്വഭാവത്തിന് പിടിയിൽ നിന്ന് മനുഷ്യന് മോചനം ആവശ്യമാണ്. ആ പാപത്തിൽ നിന്ന് മോചനം നൽകുവാൻ ഏത് മാർഗമാണ് മനുഷ്യൻ അവലംബിക്കേണ്ടത്, ഏത് വഴിയാണ് മനുഷ്യൻ തേടേണ്ടത്? പാപത്തിന് ശമ്പളം മരണം. മരണത്തിലേക്ക് നിലനിൽക്കുന്ന മനുഷ്യൻ ആ മരണത്തിന് പതിവിളിക്കുന്ന നിലവിളിക്കുകയാണ്. ഞങ്ങൾ ഇവിടെയാണ് വെളിച്ചത്തിലേക്ക് നയിക്കണം, ഞങ്ങൾ അസത്യത്തിലാണ് സത്യത്തിലേക്ക് നയിക്കണം, ഞങ്ങൾ മരണത്തിലാണ് ജീവനിലേക്ക് നയിക്കണമെന്നുള്ള മാനവരാശിയുടെ വീരവേദനം വികമ്പങ്ങളും ഇടങ്ങുമ്പോൾ ഉലകത്തിലേക്ക് ഉദയം ചെയ്ത ആത്മീയാചാര്യന്മാർക്കും താത്വിക ചിന്തകന്മാർക്കും ഉന്നതന്മാർക്കാർക്കും മറുപടി കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇതാ മാനവരാശിയുടെ നിലവിളിക്ക് മറുപടി കൊടുക്കുക. ഉന്നതത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വെളിച്ചമായ സത്യമായ ജീവനായ ഒരേ ഒരുവൻ മാത്രം, അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആ ലോകരക്ഷകനായ പാപപരിഹാരകനായ യേശുക്രിസ്തുവിനെ ഉയർത്തി ഉണ്ടാവും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ മാന്യ സേനാക്കളെ ഉച്ചൈസരം അഭിമാനത്തോടെ ആവേശത്തോടെ അർത്ഥസംഖ്യക്കിടയില്ലാതെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിൽ ഉന്നതയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരേടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആ യേശുക്രിസ്തു ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് പ്രദർശനമാണ് ഈ സന്ദേശമായി. ഇവിടെ മാത്രമല്ല പലയിടങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ നിരവധി ആളുകൾ പറയും, സാറേ നിങ്ങൾ ഇനിയും വല്ലപ്പോഴും കീഴിലിടണം. ഈ സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. എന്തിനേറെ പറയുന്നു, ചില നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിൽ ഞങ്ങൾ നടത്തിയ ഒരു പ്രഭാഷണം, അവിടെ ഞങ്ങൾ പോലീസ് സാക്ഷിന് വേണ്ടി ചെല്ലുമ്പോൾ തൃശ്ശൂർ പോലീസ് കമ്മീഷണറായിരിക്കുന്ന ആ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, നിങ്ങൾ ഈ സന്ദേശം പറയുന്ന കാരണം ഇത് പറയാൻ നിങ്ങൾക്ക് മാത്രമേ അർഹതയുള്ളൂ. മദ്യം രുചിച്ചു നോക്കാത്ത, മദ്യം കഴിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, മുറിക്കാത്ത, വിവിധമായ തിന്മയിലേക്ക് പോകാത്ത നിങ്ങൾക്ക് മാത്രമാണ് സധൈര്യം മദ്യത്തിന് വരെ പ്രസംഗിക്കാനുള്ള അനുവാദമുള്ളത്, സ്വാതന്ത്ര്യമുള്ളത് എന്ന് പറയണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അനുവാദം എന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദര, പാപമാണ് തങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. പാപം എന്റെ കുടുംബത്തെ തകർക്കും, പാപം എന്റെ തലവരെ തകർക്കും, പാപം സമൂഹമായി നിന്നെ ബന്ധത്തിൽ നിന്ന് വിച്ഛേദിച്ച് നിത്യ നരകത്തിലേക്ക്, നിത്യ ആ നാശത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കും. പാപം നിന്നെ ആത്മഹത്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. ജീവിതത്തിന്റെ വഴികളെല്ലാം അറിഞ്ഞ് സാധ്യതയിൽ നിന്ന് ചിന്തകൾ അകറ്റുകയാൽ ഇരുള നേടിയാൽ ആ ഹൃദയം ഇതാ ആത്മഹത്യക്ക് വഴി നേടുകയാണ്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, കരുതുവാൻ ആരുമില്ല. ഞാൻ വളരെ അധ്വാനിച്ചിട്ടും ജീവിതത്തിന്റെ രണ്ടറ്റം ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന മിഥ്യാധാരണയോടെ ഒരു പിടി കയറിൽ അല്പവിശത്തിൽ ജീവിതം അവസാനിപ്പിക്കല്ലേ മാന്യമിത്രമേ. താങ്കൾക്ക് ജീവൻ നൽകിയ താങ്കളെ ജീവസമോജസമുള്ളവനായി ഈ മണ്ണിലേക്ക് ജന്മമെടുക്കുവാൻ അനുവാദം വന്ന സർവശക്തന്റെ ശക്തിയാണ് താങ്കൾ. ദൈവത്തിൽ താങ്കളേക്ക് ഉദ്ദേശമുണ്ട്. ആത്മഹത്യ പാപമാണ്, യേശുക്രിസ്തു മാത്രമാണ്.
യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തിയത് കേവലമായ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടല്ല, ശ്രേഷ്ഠമായ മറ്റൊന്നിനെയും കൊണ്ട് തുല്യം ചെയ്യാൻ കഴിയാത്ത തന്റെ ക്രൂശ് മരണത്താൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി. പാപത്തിന്റെ കറ കഠിനമാകിയാൽ ഒരു മാധ്യമങ്ങൾക്കും മറ്റൊന്നിനും കഴുകിക്കളയാൻ കഴിയാതെ വണ്ണം കഠിനമായ പാപത്തിന്റെ കറയെ കഴുകിക്കളയുവാൻ ഇതാ കർത്താവായ യേശു ക്രിസ്തു തന്റെ അവസാനത്തോട് രക്തം വരെയും കാൽവറിയിലൂറ്റി. ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പാപത്തിന്റെ കറയെ കഴുകിക്കളയാൻ കഴിയുന്ന പാപത്തിൽ നിന്ന് മനുഷ്യനെ, ഏത് മനുഷ്യനെയും മനുഷ്യൻ വെച്ചിരിക്കുന്ന ജാതി, മത, വർഗ, വർണ്ണ, ആര്യ, ചന്ദ്രാള, ഉച്ച, നീച വ്യത്യാസങ്ങളെന്നെ ഉലകത്തിൽ മനുഷ്യനായി പിറവിയെടുത്ത ഏതൊരു മനുഷ്യനും രക്ഷയ്ക്ക് ഒരു വഴി മാത്രം, ഏക വഴി മാത്രം, അത് യേശു ക്രിസ്തു മാത്രമാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയനാഥനായി രക്ഷകനായി അകത്തളത്തിൽ അംഗീകരിക്കുന്നത് ഏതൊരു മനുഷ്യന്റെയും ആവശ്യമാണ്. ഈ ക്രിസ്തുവിലൂടെ അല്ലാതെ പാപമോചനമില്ല. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നീ പിൻപറ്റിയ കർമ്മമാർഗങ്ങൾ, നീ പിൻപറ്റിയ മാർഗങ്ങളൊക്കെ നിനക്ക് പരിഹാരം നൽകാൻ കഴിയാതിരിക്കുന്നു, സമാധാനം നൽകാൻ കഴിയാതിരിക്കുന്നു. ഈ പാതയുടെ ആവേശത്തോട് നിങ്ങൾ വിളിച്ചു വരുന്ന മാന്യത്തിലെ സമാധാനത്തിന് മാർഗം ഒന്ന് മാത്രമാണ്, യേശു ക്രിസ്തുവിന് മാത്രമാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മരണത്തിലൂടെ മാനവജാതിക്ക് സമാധാനം വിഭാവനം ചെയ്തു, സന്തോഷം വിഭാവനം ചെയ്തു, പാപപരിഹാരം വിഭാവനം ചെയ്തു. പാപത്തിന്റെ കറയെ കഴുകിക്കളഞ്ഞ് ഒരു ദൈവവേദനായി മാറ്റുകയാണ്. ആ ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച ക്രിസ്തുവിനെ രക്ഷകനായി ഏക സത്യ നിത്യദൈവമായി അകത്തളത്തിൽ അംഗീകരിച്ച ഒരാളെ സംബന്ധിച്ച് ധൈര്യത്തോട് അഭിമാനത്തോട് വനങ്കരം ചങ്കോട് ചേർത്ത് വെച്ച് പറയും, ക്രിസ്തുവിനുള്ള എനിക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷയായിരുന്നു പാപത്തിന്റെ ശിക്ഷയായ മരണത്തിന് വിധിക്കപ്പെട്ടതാണ് ഞാൻ. എന്നാൽ യേശു ക്രിസ്തുവിൽ ഞാൻ വന്ന നിമിത്തം ആ ശിക്ഷകൾ മാറിപ്പോയി. ആ ക്രിസ്തുവിലുള്ള ഒരാളാണോ താങ്കൾ? ക്രിസ്തുവിൽ കൂടാതെ ജീവിക്കുന്ന ആളാണ് താങ്കൾ. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ക്രിസ്തുവിനെ കൂടാതെ ജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിൽ രക്ഷ നേടുവാൻ, മോചനം നേടുവാൻ, പാപപരിഹാരത്തിന് ഒരു വഴിയേ ഉള്ളൂ, ഒന്നേകാൽ വഴിയില്ല. യേശു ക്രിസ്തു എന്ന ഏക വഴി, മനുഷ്യൻ തേടിയ ആ വഴി, ആ പരമവഴി. ആ വഴി തുറന്നത് ഇവിടെയുള്ള എന്തെങ്കിലും മാനുഷിക സംവിധാനത്തിലൂടെയല്ല, നിയമത്തിന്റെ പരിധികളിലൂടെയല്ല. ആ വഴി തുറന്നത് ക്രൂശിലെ മരണത്താൽ അവൻ ജീവന്റെ പുതുവഴി മാനവജാതിക്ക് വേണ്ടി തുറന്നിടുന്നെങ്കിൽ ആ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ സ്നേഹത്തോടെ ഞങ്ങൾ ആഹ്വാനം ചെയ്യും. വഴിയൊന്ന് മാത്രം, യേശു ക്രിസ്തുവാണ്. വഴി തേടുന്ന മാനവരാശി ഏതാണ് വഴി, ഏതാണ് സത്യം, ഏതാണ് വെളിച്ചം, ഏതാണ് ജീവൻ? ഇത് തേടുന്ന മാനവരാശിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ, മനുഷ്യന്റെ പ്രാർത്ഥനയുടെ മനസ്സുകൾ അന്തരീക്ഷത്തിൽ മുഖരിതമായി അന്തരീക്ഷം നിറഞ്ഞിരിക്കുമ്പോൾ, ഇതാ കാർമേഘപാളികൾ അതിനെ മൂടിവെക്കുമ്പോൾ മറുപടി കൊടുക്കാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ, ഇതാ മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് മറുപടി എടുക്കുവാൻ കഴിയാതെ ഇവിടുത്തെ എല്ലാ മതങ്ങളും തത്വസംഹിതകളും മറന്നു നിൽക്കുമ്പോൾ, കാർമേഘത്തിന്റെ പാളികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വീട്ടിന്റെ അടിവർഗങ്ങളെ തകർത്തുകൊണ്ട് ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നവൻ സ്വർഗ്ഗത്തിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുമെന്ന് പറയാതെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിനെ എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പദവിയിലേക്ക് മടങ്ങി വരുവാൻ, ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ, സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ, പ്രതീക്ഷയിലേക്ക് മടങ്ങി വരുവാൻ, നിത്യജീവന്റെ അവകാശിയാകുവാൻ ഒരേ ഒരു വഴി കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഈ ക്രിസ്തുവിനെ ഹൃദയനാഥനായി രക്ഷകനായി അകത്തളത്തിൽ അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ധീരപോരാളിയായി പടയാളിയായി ഉത്തമ ശിഷ്യനായി പാർത്തുകൊണ്ട് മരണമാണ് മുമ്പിൽ വരുന്നെങ്കിൽ മരണത്തെ ഏറ്റുകൊണ്ട് മരണാനന്തരമുള്ള നിത്യത കരകരമാക്കുവാൻ സർവശക്തൻ നിങ്ങളെ ഒരുക്കത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ ഒന്ന് രണ്ട് വാക്കുകളിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണങ്ങൾക്ക് ഉത്തരവിന് ആഗ്രഹിക്കുന്നു. നിരവധി ആളുകൾ ചോദിക്കും, ആരാണ് യേശു ക്രിസ്തു? പ്രസംഗിച്ച തീരത്തിൽ എഴുതിയ തീരത്തില്ല. ഒരു ആൾ പറഞ്ഞത് ഈ സമുദ്രത്തിലെ ജലം മുതൽ മഷിയാക്കി പ്രപഞ്ചത്തിലെ മരങ്ങളെല്ലാം വേദനയാക്കി എഴുതിയാലും ആകാശത്തെ പുസ്തകമാക്കി മാറ്റിയാലും യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചും എഴുതിയും തീരാൻ തീരുക അത്രക്കുന്നതമാണ്. ആരാണ് യേശു ക്രിസ്തു? അനന്തതയിൽ അനാദന്റെ സത്തയായി ദൈവമായ കർത്താവായി മഹാദൈവത്തോടുള്ള മഹാദൈവമായി സമാരാധനായി ശൂന്യതയിൽ നിന്ന് മഹാപ്രപഞ്ചത്തെ ഉന്നതം എന്നവനെ വിളിച്ചുളവാക്കിയ സൃഷ്ടികാരനായി നിമിത്തകാരനായി വിളിച്ചുളവാക്കിയ ഉപദാന കാരണങ്ങളെ കൊണ്ട് യഥാതഥം വീര്യയൊരുക്കി വിതമാക്കിയ മകശക്തിയായി മഹവിജ്ഞാന സത്തയായി മാനവത്രാനാർത്ഥം മാനവാകാരം ധരിച്ച് അനന്തതയിൽ നിന്ന് കാലത്തിന്റെ കൽപ്പതകളെ സമ്പടിലെത്തി ആഗ്രഹം മനസ്സുകളുടെ മനുഷ്യശരീരായി ആശാഭംഗം ധരിച്ച് നിരാശയുടെ നീർച്ചുടിയിൽ മുങ്ങിച്ചാടുന്ന മനുഷ്യരാശിയെ പ്രത്യാശയുടെ
പ്രകാശ ലോകത്തിലേക്ക് ആനയിക്കുന്ന വിശ്വപ്രകാശമായി അനേക പുരുഷാന്തരങ്ങളിലൂടെ കോടി ആളുകളെ ആകർഷിച്ചടിപ്പിച്ച് അവരെല്ലാം ആധ്യാത്മികമായ ഉന്നതമായ ഒരു ജീവിതത്തിൽ കൈപിടിച്ച് നടത്തുന്ന വന്നിക്കുന്നവരെ നിന്ദിക്കുന്നവരെയും ഭാവഭേദം കൂടാതെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹകർത്താവായി ആർക്കും പൂരിപ്പിക്കാൻ കഴിയാത്ത അപൂർവ സമസ്യയായി അവനിലും ആകാശത്തിലും അനന്ത ധവലിന് പരത്തി നിൽക്കുന്ന പ്രശാന്തനായ പ്രകാശമൂർത്തിയാണ് ഞങ്ങൾ ഉയർത്തുന്ന ശ്രീ നസ്രേനായ യേശു. ആ ക്രിസ്തുവിന്റെ നാമത്തിൽ ഉയർത്തി പൂങ്കാവലോട് ഞങ്ങൾ ഇങ്ങനെ വിളംബരം ചെയ്യുന്നു. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഈ ക്രിസ്തു മാനവജാതിക്ക് നിത്യരക്ഷയെ കരകതമാക്കിക്കൊണ്ട് ക്രൂശിലെ മരണത്തിലൂടെ സഹനത്തിന്റെ സമരമുറകളിലൂടെ തന്റെ ശരീരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവസാനത്തുള്ള രക്തം വരെയും ചിന്തിക്കൊണ്ട് സഹനത്തിന്റെ സമരമുറകളിലൂടെ ക്രിസ്തു ഒരുക്കിയ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ മാന്യ ശ്രോതാക്കളെല്ലാം ആഹ്വാനം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിലൊരുക്കിയ പവിത്ര രക്തത്തിന്റെ, പുണ്യാഹ രക്തത്തിന്റെ, നിർമ്മല രക്തത്തിന്റെ, പാപപരിഹാരം വരുത്തുന്ന രക്തത്തിന്റെ രക്താഭിവാദ്യങ്ങൾ ഏർപ്പിച്ചുകൊണ്ട് വാക്കുകളെത്തുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. താങ്ക് യു സർ. ആധികാരികമായിട്ട് ആനുകാല സംഭവങ്ങളെയും തൻ്റെ ജീവിതാനുഭവങ്ങളെയും അത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നല്ല വചനം, ഒരു നല്ല മെസ്സേജ് നമുക്ക് തന്ന ബഹുമാനപ്പെട്ട റജി കുമ്പഴ അവരുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ ശ്രോതാക്കളാകുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ കേൾക്കപ്പെട്ട വചനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനും അയവിറക്കുവാനും, അല്ല താങ്കളൊരു രോഗത്താൽ ഭാരപ്പെടുന്നു, താങ്കളുടെ വഴിപിടിച്ചു പോകുന്ന തലമുറകളെ ഓർത്തുകൊണ്ട് തങ്ങൾ വേദനപ്പെടുന്നു, ഒരേ ഒരു കുട്ടിയുള്ളൂ, ഒരേ ഒരു മകനേ ഉള്ളൂ, ഒരേ ഒരു മകളെ ഉള്ളൂ, ഞങ്ങളുടെ ആശയം അർത്ഥവും മൊത്തം അവളിലാണ്, എന്നാൽ അവൾ അല്ലെങ്കിൽ അവൻ ഇപ്പോൾ ഞങ്ങളുടെ പിടി വിട്ടു പോകുന്നു, ഞങ്ങൾക്കിനി ഞങ്ങളുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ല, ഞങ്ങളുടെ ഇനി ജീവിതം കൊണ്ട് യാതൊരുതമാകുന്ന ലക്ഷ്യം ഇല്ല എന്ന് ചിന്തിച്ച് തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയ യൗവനക്കാര, പ്രിയ മാതാവ്, പ്രിയ പിതാവ്, തങ്ങളുടെ വഴിതെറ്റിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നെടുവീർപ്പിടുന്ന പ്രിയ മാതാപിതാക്കളെ, ഞങ്ങളൊരു കാര്യം പറയുന്നു. ഞങ്ങളിവിടെ കേട്ട ദൈവത്തിന്റെ വചനം പോലെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഈ യേശു ക്രിസ്തു വഴി ഉള്ളതാകുന്ന സമാധാനവും സന്തോഷവും സംതൃപ്തിയും പ്രത്യാശയും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ഈ മലശ്ശേരി ദേശത്തിലുള്ളതാകുന്ന മഹാരോഗങ്ങളും ദുഃഖകരമാകുന്ന കെടുതികളും മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അനിഷ്ട സംഭവങ്ങളും ആത്മഹത്യകളും ദേശത്തിൽ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജാതീയമായും വർഗീയമായും ഉണ്ടാകുന്ന സ്പർദ്ധകളും വൈര്യങ്ങളും മനുഷ്യ സംഹാരകരമാകുന്ന പ്രവൃത്തികളും ഈ ദേശത്തിൽ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം സഹകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സമൂഹമുണ്ടാകട്ടെ, ഒരു നല്ല മനുഷ്യരുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ തക്കവണ്ണം ഈ അണ്ടകടാകത്തെ ഉണ്ടാക്കിയവനാകുന്ന സൃഷ്ടിതാവാകുന്ന യഹോവയായ ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവിലൂടെയുള്ളതാകുന്ന സമാധാനവും ആശ്വാസവും നൽകി ലഭിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി രണ്ട് വാക്കിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഈ മല്ലശ്ശേരി ദേശത്തിൽ ജനിച്ചു വളർന്ന ദേശവാസിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജോസ് തുണ്ടുവള അവர்கள் ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ പൂങ്കാവിൽ ഇങ്ങനെ കടന്നു വന്ന് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ നിത്യമില്ലാ സുവിശേഷം ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചതിനായി സ്തോത്രം. ജീവന്റെ വചനം അത് കേൾക്കുന്നവരുടെ മേൽ നിത്യജീവനായി തീരുവാൻ, സമൃദ്ധിയായ അനുഗ്രഹമായി തീരുവാൻ കർത്താവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ വചനം അതിവേഗം ഓടുന്നതാണല്ലോ. ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെട്ടാലും ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ
ഹല്ലേലൂയ. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിളിച്ചു പറഞ്ഞ് അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത ആ ദൈവവചന പ്രകാരം ഭാരങ്ങളാലും വിവിധ വിഷയങ്ങളാലും ഭാരപ്പെടുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വാസവും സമാധാനവും സൗഖ്യം ദൈവം നൽകണമേ. ഈ കേൾക്കപ്പെട്ട ദൈവവചനം നല്ല നിലത്ത് വീണ വിത്തുപോലെ 100 ഇരട്ടിയായി നല്ല ഫലങ്ങളെ ദൈവം കൊടുക്കണമേ. ഈ പൂങ്കാദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഇവിടെയുള്ള ഡ്രൈവേഴ്സ് ചെയ്യുന്ന എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ ഭാഗങ്ങളായിരിക്കുന്ന കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവത്താൽ അനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവിക സമാധാനത്താൽ നിറയുവാൻ പരിശുദ്ധനായ ദൈവം അവിടുന്ന് സഹായിക്കണമേ. ഇത്രത്തോളം എല്ലാം ഭംഗിയായി ചെയ്യുവാൻ ദൈവം അവിടുന്ന് സഹായിച്ചല്ലോ. മാനവും മഹത്വവും ദൈവത്തിന് നൽകുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ 8:30 വരെ പ്രിയ ജോസ് കുണ്ടുവിള അവരുടെ ഭവനാങ്കണത്തിൽ വെച്ച് സുവിശേഷ മഹാനഗരം സംഗീത വിരുന്ന് നടത്തപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ വളരെ ഉപയോഗിക്കപ്പെടുന്ന സുവിശേഷ പ്രസംഗകൻ, യുവപ്രസംഗകൻ പാസ്റ്റർ ജിജോ സോളമൻ ഏനാത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ആധികാരികമായി സംസാരിക്കുന്നു. ഏവരെയും ഞങ്ങൾ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സുവിശേഷ യോഗത്തിലേക്ക്, അല്ല എങ്കിൽ മുറ്റത്ത് കൺവെൻഷനിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.